ഒരുപാട് നേരമായി ഭക്തർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അമ്മയെ ഒരു നോക്ക് കാണാൻ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ദർശനമുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മയെ ഒരു നോക്ക് കണ്ട് മടങ്ങാനായിട്ട് ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എത്ര സമയമായി ഇവിടെ നിൽക്കുകയാണെന്നുള്ളത്. ചേച്ചി, ഒരുപാട് സമയമായി നിൽക്കുകയാണോ? ഓ, രാവിലെ 4 മണിക്ക് നിൽക്കാൻ തുടങ്ങിയതാണ്. കുറെ നേരമായി നിൽക്കുകയാണല്ലേ? നാളെ പൊങ്കാല ഇടുന്നുണ്ടോ? ഓ, പൊങ്കാല ഇടുന്നുണ്ട്. അതിനൊക്കെ അവിടെ കല്ലൊക്കെ വെച്ച് സീറ്റ് പിടിച്ചിട്ടാണ് 4 മണിക്ക് ഞങ്ങൾ അവിടെ വരിയിൽ നിൽക്കുക. ഞങ്ങൾ ശരിക്കും വരിയിൽ നിന്ന് വന്നിട്ട് എന്താ വേറുള്ളവരൊക്കെ ഇടയിൽ കൂടുക ആണല്ലേ? എവിടെന്നാ വരുന്നേ? മലപ്പുറത്തുനിന്ന്. അപ്പൊ എപ്പോ എത്തി ഇങ്ങോട്ടേക്ക്? ഇങ്ങോട്ട് പുലർച്ചെ 3:30. എല്ലാ വർഷവും വരുന്നതാണോ പൊങ്കാല ഇടാൻ? മോള് വരാറുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ 3ാമത്തെ വർഷമാണ് വരുന്നത്. എവിടെയാ നാട്? എവിടെയാ? പെരിന്തൽമണ്ണ, മലപ്പുറം മോളാണ്. ശരി. അപ്പൊ മരുമകളും വന്നിട്ടുണ്ട്. കൊറേ നേരമായി ക്യൂ നിൽക്കുകയാണ്. അമ്മയെ കണ്ടിട്ടേ മടങ്ങുള്ളൂ. ആണ്. മടുക്കിട്ടില്ല ദേവീനെ കണ്ടതൊക്കെ. തോന്നിയാലോ സുഖം. ഒരു കുഴപ്പമില്ല. അതെ ആര്യ, ഇതൊരു കാര്യമാണ് കേട്ടോ. ഇവിടെ വലിയ ചൂട്, നമുക്കറിയാം പുറത്ത് നല്ല ചൂടാണ്. പക്ഷേ ആ ചൂടൊന്നും ഒരു വക വെക്കാതെ ഇവിടെ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് അമ്മമാരെ ചേച്ചിമാരെ ഒക്കെയാണ് നമുക്ക് നിൽക്കുന്നത്. 4 മണിക്ക് കണ്ണൂരിൽ വരുന്നത്. കണ്ണൂർ കോട്ടിക്കുളത്ത് വന്നിട്ട് കണ്ണൂരിൽ ഇങ്ങോട്ട് വരുന്നത്. അമ്മയെ കാണാൻ വേണ്ടി നിൽക്കുക. അത്ര വിശ്വാസമാണ്. എന്റെ 2ാമത്തെ പ്രാവശ്യം പൊങ്കാല ഇടുന്നത്. 4 മണിക്കോ നിൽക്കുന്നത്. ഇപ്പാന്ന് ഒരു തുള്ളി വെള്ളം കിട്ടിയത്. വെള്ളം അതൊരു പ്രശ്നമാണ്. ഇപ്പാന്ന് കിട്ടിയത്. 4 മണിക്ക് നിന്നിട്ട് ഇപ്പാന്ന് കിട്ടിയത്. വെള്ളം കിട്ടാത്തതിന്റെ ഒരു പരാതി ആളുകൾ പറയുന്നുണ്ട് ആര്യ. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സന്നദ്ധ സംഘടനകളൊക്കെ കുടിവെള്ളം നൽകാനും ഒക്കെ പോലീസുകാരുൾപ്പെടെ കുടിവെള്ളം ഒക്കെ ഇവിടെ കാത്തു നിൽക്കുന്നവർക്ക് വെള്ളം നൽകുന്ന പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വലിയ തിരക്കാണ്. അതുകൊണ്ട് തന്നെ പലർക്കും കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന പരാതികളൊക്കെ ഉയരുന്നുണ്ട്. എന്നാലും എല്ലാവരും അമ്മയെ ഒരു നോക്ക് കാണണം എന്ന ആഗ്രഹത്തോടു കൂടി അമ്മേ ശരണം ദേവീ ശരണം എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പലരും. പുലർച്ചെ 4 മണി തൊട്ട് ക്യൂ നിന്നാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെത്താൻ സാധിച്ചത്. എത്രയും വേഗം അമ്മയെ ഒന്ന് കാണണം എന്ന ആഗ്രഹത്തോടെ നിൽക്കുന്നവരാണ് പലരും. ഉറങ്ങാതെ നേരത്തെ എത്തി ഇവിടെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ചേച്ചി, എവിടെന്നാ വരുന്നേ? ഇന്നലെ എത്തിയോ? എപ്പോ എത്തി? ഇന്ന് കാലത്ത് എത്തിയതേ ഉള്ളൂ. കുറെ നേരമായി ക്യൂ നിൽക്കുകയാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ കുറച്ചായിട്ടാണ് ആൾക്കാരെ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത്. നല്ല തിരക്കാണ്. ഈ നിയന്ത്രണത്തിനൊക്കെ പോലീസും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഒരുപാട് പേരിങ്ങനെ നേരത്തെ ആ ചേച്ചി സൂചിപ്പിച്ചതുപോലെ ചിലരൊക്കെ ക്യൂ മറികടന്നൊക്കെ പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ക്യൂ ആണ്, തിരക്കാണ്. അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് പൊങ്കാല സമർപ്പിക്കുന്നതിന് മുൻപ് അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഭക്തജനങ്ങളുടെ തിരക്കാണ് ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാളെയാണ് പൊങ്കാല. അതിനു മുൻപ് അമ്മയെ ഒന്ന് കണ്ട് തൊഴുതു പോകണം എന്ന ആഗ്രഹത്തോടെ ഇവിടെ നിൽക്കുകയാണ് ഒരുപാട് ഭക്തജനങ്ങൾ.